ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ പോകുന്നത് ഒരു ഹനുമാൻ ദാദാര അമ്പലത്തിൻ്റെ സ്റ്റോറിയാണ്. ഇവിടെ ഗുജറാത്തിൽ ഭയങ്കര ഫേമസ് ആണ് ഈ അമ്പലം. സാരംഗ്പൂർ ഹനുമാൻ ദാദ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട്. നമ്മൾ ലോകത്ത് പല പല ഹനുമാൻ്റെ അമ്പലങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ അമ്പലത്തിന് വളരെ വളരെ പ്രത്യേകതകളുണ്ട്. ചില രഹസ്യങ്ങളുണ്ട് ഈ അമ്പലത്തിൽ. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഇവിടെ ഏത് പ്രേതഭൂത പിശാചുക്കളുടെ ബാധ്യ ശല്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ശല്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഈ ഹനുമാൻ്റെ മുന്നിൽ വന്ന് തൊഴുത് കഴിഞ്ഞ ഏതൊരു ശല്യവും അവരെ വിട്ടുപോകും. അതുപോലെ ഈ ഹനുമാൻ ദാദാര സൈഡിലായിട്ട് ഒരു വടി സ്റ്റിക്ക് കണ്ടില്ലേ, ആ സ്റ്റിക്ക് വേറെ പ്രത്യേകതയുണ്ട്. എങ്ങാനും ഈ ഹനുമാൻ ദാദാനെ കണ്ടിട്ടും ആ പ്രേതങ്ങളെ ശല്യം പോയില്ലെങ്കിൽ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ പ്രേതത്തിൻ്റെ ശല്യം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മഞ്ഞ കളറിൽ ഷീറ്റ് കണ്ടില്ലേ, ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ബ്ലാക്ക് കളറിലൊരു വയറ കണ്ട, അതുമ്മ ഹാങ് ചെയ്തിട്ട് കണ്ട ഒരു പൈപ്പ് 24 മണിക്കൂറും അതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര ചൂടുണ്ട് ഗുജറാത്തിൽ. ചൂടിൻ്റെ കാഠിന്യം അത്ര അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എനിക്ക് ഹനുമാൻ ദാദാര ഭക്തർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ ദൈവം സഹായിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവിടെ അലവ് അല്ല, പക്ഷേ എന്തോ ദൈവാധീനം ഇതിൻ്റെ ഉൾഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ കഥയിലേക്ക് വരാം. പണ്ട് കാലത്ത് ഇവിടെ പണ്ടും ഇപ്പോഴും സ്വാമിനാരായണൻ്റെ ഭയങ്കര ഭക്തരും സ്വാമിനാരായണൻ്റെ ഭയങ്കര ഇതുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ സ്വാമിനാരായണൻ്റെ ഭക്തർ ഇങ്ങനെയെന്ന് പറയാം 10,000-3000 പേരുണ്ടായിരുന്നു. ഓരോ ഗാവിലും ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിയും ഭഗവാന്റെ കഥകൾ പറഞ്ഞും ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നടന്നിരുന്നു. അപ്പോൾ ഈ സ്വാമിനാരായണൻ്റെ ഭക്തർ ഈ എന്താ പറയുക സാരംഗ്പൂർ വന്നപ്പോൾ ആരൊക്കെയോ അവരെ ഉപദ്രവിച്ചു. അതിൻ്റെ പരിണത ഫലമായിട്ട് ഈ ഗാവിൽ ഒരു 3 കൊല്ലത്തോളം മഴ എന്ന് പറഞ്ഞ സാധനം പെയ്യാതെയായി. ആ മഴ ലഭിക്കാതെ ആയാൽ നമുക്കറിയാലോ, ഒരു കൊല്ലം മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു. അപ്പോൾ ആ കാലം മുഴുവൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്വാമിനാരായണൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു ജീവ കാച്ചെട്ട് എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിൻ്റെ മകനുണ്ട് വാഗ കരൺ ചരൺ ചന്ദ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇങ്ങനെ കേട്ടു തൻ്റെ ഗാവിൻ്റെ അടുത്തുള്ള ഗോട്ട ഗാവിൽ നമ്മുടെ സ്വാമിനാരായണൻ്റെ ഭയങ്കര വലിയ ഭക്തനല്ല ശിഷ്യൻ വന്ന് പ്രഭാഷണം നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേട്ട് അദ്ദേഹത്തിനെ കാണാൻ പോയി ഗാവിൽ നിന്ന് ഒരു 10 ആളെയും കൊണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ പ്ലേറ്റും കൂട്ടാൻ പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെന്ന് ഭക്ഷണം വാങ്ങിച്ച് നമ്മൾ ഇരുന്നതിനെ കഴിക്കുക. അപ്പോൾ ഒരു ഒറ്റയടിക്ക് ഒരു 10,000-15,000 ആൾക്ക് 20,000 ആൾക്കാർക്കൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അത് ടേബിളും ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം നമുക്ക് ഭക്ഷണം. നല്ല ഭക്ഷണമാണ് കേട്ടോ. നമുക്ക് തരുന്നത് പിന്നെയും വേണമെങ്കിൽ പിന്നെയും വാങ്ങി കഴിക്കാം. വെള്ളമുണ്ട്, ചിലപ്പോൾ മോരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ കഥയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ചെന്ന് ഈ ഗോപാലാനന്ദ സ്വാമിയോട് അദ്ദേഹം വിഷമം പറഞ്ഞല്ല. ഇത് കേട്ട് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പിന്നെ പറയാട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷമം കേട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നാ വെച്ചാൽ വരാം. അങ്ങനെ വന്ന് ഇങ്ങനെ ആ ഗാവിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നു. അങ്ങനെ നടന്നപ്പോഴേ അവിടെ കുറേ കല്ലുകൾ കണ്ടു കേട്ടോ. ഇവിടെ പറയാ പാരായ എന്നാണ്. പാരായ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പണ്ട് രാജ്യത്തിന് വേണ്ടി മരിച്ച ആൾക്കാരുടെയൊക്കെ ഫോട്ടോകളിൽ പ്രതിമ കല്ലിൽ ഇങ്ങനെ കൊത്തിയിട്ട് അങ്ങനെ വയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കല്ലുകൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊരു കല്ലിനെ ഈ സ്വാമി തൊട്ടിട്ട് പറഞ്ഞു ഇതാരുടെ കല്ലാന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹനുമാനുണ്ട് കേട്ടോ. ആ ഹനുമാൻ്റെ ഒരു കയ്യിൽ നമ്മൾ വലത്തെ കയ്യിൽ നാളികേരിട്ടാൽ അത് മുറിഞ്ഞ് രാകേഷേട്ടാ ഇടത്തെ കൈ കൂടെ വരും അങ്ങനെ. അപ്പോൾ ഞാൻ കഥയിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ കല്ല് കാട്ടി ചോദിച്ചത് ആരുടെ കല്ലാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വാഗ കരൺ പറഞ്ഞു ഇത് എൻ്റെ അച്ഛൻ്റെ കല്ലാണ്. അപ്പോൾ പറഞ്ഞു ഇതിലാണ് നമ്മുടെ ഇവിടുത്തെ ഹനുമാൻ ദാദാര മൂർത്തി കൊത്താൻ പോണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇതോടുകൂടി എൻ്റെ പൂർവികർക്ക് മോക്ഷം കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ യെസ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കല്ലിൽ പ്രതിമ കൊത്താൻ പറഞ്ഞത് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായ നമ്മുടെ ബിൽഡിങ് പണിക്കാരന് നമ്മൾ പറയില്ലേ മേസ്തിരി, അങ്ങനത്തെ ആളോട് പറഞ്ഞു. അപ്പോൾ ഈ മേസ്തിരി പറഞ്ഞു ഭഗവാനെ എനിക്ക് ഈ വിഗ്രഹം ഒന്നും കൊത്താൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ദർബാർ ഘട്ടിലേക്ക് കൊണ്ടുപോകാൻ. ദർബാർ ഘട്ട് എന്ന് പറഞ്ഞാൽ സ്വാമിനാരായണൻ ഈ അമ്പലത്തിൽ വന്നിരിക്കുന്ന സ്ഥലം ഈ കാണുന്നതാണ്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ കാലത്തല്ലേ ഇവിടെ ബാധ്യം ഇതൊക്കെ ഒഴിപ്പിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ താഴത്ത് റൂമുണ്ട്, അതിലാണ് ഇതൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വിഗ്രഹം കൊണ്ടു ചെന്നു. അപ്പോൾ ഖജാൻജി പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ഒരു ചിത്രം വരച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ നിനക്ക് വെട്ടാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കൊത്തി ശില്പം നല്ല ഭംഗിയുള്ളൊരു ഹനുമാൻ ദാദിയായി വന്നു. അങ്ങനെ ആ ഭഗവാനെ എന്താ പറയുക, നമ്മൾ പ്രതിഷ്ഠിക്കില്ല, ഞാൻ പ്രതിഷ്ഠിക്കാനായിട്ട് വെച്ചു. പ്രതിഷ്ഠിക്കാൻ വെച്ച സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 52 ഹനുമാൻ്റെ രൂപങ്ങൾ വന്ന് നിന്നിട്ട് ചോദിച്ചു ഞങ്ങളിൽ ആരാണ് ഈ മൂർത്തിയിൽ ഇരിക്കേണ്ടതെന്ന്. അപ്പോൾ വീണ്ടും എന്താ പറയുക, ഈ ഗോപാൽധാം സ്വാമിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ ആൾ പറഞ്ഞു കേശവദാസ് ഗോവിന്ദ് സ്വാമി എന്ന് പറഞ്ഞ ഒരു സന്യാസിയോട് പറഞ്ഞു അങ്ങ് സമാധി എടുത്തിട്ട് നമ്മുടെ സ്വാമിനാരായണൻ്റെ അടുത്ത് പോയി ചോദിക്കുക ഏത് ഹനുമാനെയാണ് ഇവിടെ ഇരുത്തേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ആഞ്ജനേയ ഹനുമാനില്ലേ, ആഞ്ജനേയ ഹനുമാനാണല്ലോ നമ്മുടെ രാമനെയും എല്ലാവരെയൊക്കെ സഹായിച്ചിട്ടുള്ള ആ രൂപത്തിലുള്ള ഹനുമാനെ ഇരിക്കാൻ പറയും. അങ്ങനെ അത് വന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ രൂപത്തിലുള്ള ഹനുമാൻ അതിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഇതിന് നമ്മൾ പുനഃപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊടുക്കണമല്ലോ. അപ്പോൾ സ്വാമി തൻ്റെ ദണ്ട്, അദ്ദേഹം കുറച്ച് വയസ്സുള്ള ആളായിരുന്നു, അപ്പോൾ ഒരു വടിയും കൊണ്ട് നടക്കുക. ആ ദണ്ട് കൊണ്ട് പ്രാണൻ കൊടുക്കാൻ പോണ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഭഗവാനിൽ ഫുള്ള് ധ്യാനം വെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ മുഴുവൻ ശക്തി കൊടുത്ത് അദ്ദേഹം ആ വിഗ്രഹത്തിന് ജീവൻ നൽകുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ ഹനുമാൻ വായ തുറന്നു. ഇത് കണ്ട വാഗാചരണിന് പേടിയായി. കാരണം പേടിയായെന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ വായ തുടങ്ങി വയർപ്പ്, നമ്മൾ മനുഷ്യന്മാരെ പോലെ വയർത്ത് ഒലിച്ചു തുടങ്ങി. അപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോകണമെന്ന് തോന്നി. അപ്പോൾ വാഗാചരൺ ഭഗവാനോട് പറഞ്ഞു ഭഗവാന് ഇത്രയും വലിയ ശക്തി കൊടുക്കല്ലേ, കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തർ വേറെയുള്ള ഹനുമാനൊന്നും തൊഴാൻ പോവില്ല, എല്ലാവരും ഇവിടെയാണ് വരിക. അപ്പോൾ അത് കാരണം അങ്ങ് ആലോചിച്ചിട്ട് അങ്ങക്ക് ഉചിതമായത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഊട്ടുപുര. നമ്മുടെ നാട്ടിലെ ഊട്ടുപുരയൊന്നും പോലെയല്ല ഇത്. ഞാൻ പറഞ്ഞ മറ്റേ ബാധകളൊക്കെ ഒഴിക്കുന്ന സ്ഥലം. അപ്പോൾ വീണ്ടും ഞാൻ കഥയിലേക്ക് വരാം. അങ്ങനെ അദ്ദേഹം ഈ സ്വാമിയുടെ ശ്രദ്ധ മാറ്റിയത് കാരണം ആ ഹനുമാൻ ആ വായ തുറന്നിട്ട് പല്ലൊക്കെ കാണുന്ന ഒരു ഹനുമാൻ്റെ രൂപത്തിൽ തന്നെയായി. പക്ഷേ എന്താ പറയുക, സംസാരിക്കാൻ തുടങ്ങിയ സംസാരം അവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഈ സ്വാമി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശ്രദ്ധ മാറ്റിയ കാരണം, അല്ലെങ്കിൽ ഈ ഭഗവാൻ സംസാരിച്ചേനെന്ന്. അപ്പോൾ അത്രയും ശക്തിയാണ് ഇവിടുത്തെ ഭഗവാൻ എന്ന് മനസ്സിലായല്ലോ. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ഒരു വലിയൊരു ഹനുമാൻ ഉണ്ട് കേട്ടോ, 54 ഫീറ്റ് ഹൈറ്റ് ഉള്ളതാണ്. കിങ് ഓഫ് സാരംഗ്പുര എന്നാണ് പറയുക. അപ്പോൾ ഇതുവരെയ്ക്കുള്ള എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തന്നതിന് ഒരുപാട് താങ്ക് യു. ഇനിയും എനിക്ക് സപ്പോർട്ട് തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.